നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിനെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അൻവറുമായി എൽ.ഡി.എഫിന് ഇനി ഒരു ബന്ധവുമില്ലെന്ന് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നു. ഇടതുമുന്നണിയെയും സി.പി.എമ്മിനെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻവർ നടത്തിവരുന്നത് എന്നും അൻവർ അച്ചടക്കത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചുവെന്നും എം.വി. ഗോവിന്ദൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പരസ്യ പോർമുഖം തുറന്ന അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വാർത്താ സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ ഉന്നയിച്ചത്. അൻവറിന്റെ നിലപാട് ഗൂഢ അജണ്ടകളുടെ ഭാഗമാണെന്നും അൻവർ വെറും അവസരവാദിയാണെന്നും സി.പി.എം സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിയായി മാറിയെന്നും പ്രതിപക്ഷത്തിന്റെ കളിപ്പാവയാണെന്നും ഗോവിന്ദൻ വിമർശിക്കുന്നത് കേട്ടു. കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന അൻവറിന് സി.പി.എമ്മിനെയും അതിന്റെ സംഘടനാ സംവിധാനത്തെയും കുറിച്ചും ഒരു ധാരണയുമില്ലെന്നും വ്യക്തമായതായി ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്കും സർക്കാരിനുമെതിരായ പി.വി. അൻവറിന്റെ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. എൽ.ഡി.എഫിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറയുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് വളരെ വിശദമായി പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. ആദ്യം ഇന്ന് മുഖ്യമന്ത്രിയും ഒപ്പം എം.വി. ഗോവിന്ദനും നടത്തിയ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് ധനസുമോദ് വിവരങ്ങൾ നൽകും. പി.വി. അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനെല്ലാം മറുപടി ഉച്ചയ്ക്ക് 2:30 പി.ബി. യോഗത്തിൻ്റെ ഇടവേളയിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നൽകും എന്ന് തന്നെയാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ വളരെ അടിയന്തരമായി തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ 10:00 മാധ്യമങ്ങളെ കാണാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുകയായിരുന്നു. ഈ സമയത്ത് നേരിട്ട് തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുകയാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ നിന്നത്. പക്ഷേ അതുവരെ പി.വി. അൻവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിലെ മറ്റു സി.പി.എമ്മിലെ അംഗങ്ങളായ ആൾക്കാർക്കെല്ലാവരും കൃത്യമായൊരു സന്ദേശം നൽകിയാണ് പി.വി. അൻവർ ഇനി എൽ.ഡി.എഫിൻ്റെ ഒപ്പം ഉണ്ടാവില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇത് അന്തിമമായി പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെയാണ് 2:30 വരെ അതിനുവേണ്ടി കാത്തിരുന്നത്. 2:30 വാർത്താ സമ്മേളനം നടത്തിയ എം.വി. ഗോവിന്ദൻ ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് പലതവണ പി.വി. അൻവറിന് അവസരങ്ങൾ കൊടുത്തു. പക്ഷേ അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല. പലതവണ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന പാർട്ടി ശത്രുക്കളുടെ ഭാഗമാവരുത് എന്നുള്ളൊരു കാര്യം നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവന തന്നെ ആ തരത്തിലുള്ളൊരു അഭ്യർത്ഥിക്കുന്നതായിരുന്നു. പക്ഷേ ആ എല്ലാ തരത്തിലുള്ള താക്കീതുകളും എല്ലാ തരത്തിലുള്ള അഭ്യർത്ഥനകളും തള്ളിക്കൊണ്ട് വീണ്ടും പാർട്ടി ശത്രുക്കളുടെ കൈക്കോടാലിയായി പ്രവർത്തിക്കുകയാണ് പി.വി. അൻവർ ചെയ്യുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് പി.വി. അൻവറിനെതിരെ ഒരു കുറ്റപത്രം തന്നെയാണ് എം.വി. ഗോവിന്ദൻ നൽകിയത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ പി.വി. അൻവർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനി എൽ.ഡി.എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തുമില്ല വലതുപക്ഷത്തുമില്ല സെൻട്രലായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞെങ്കിലും സാധാരണ അങ്ങനെ സെൻട്രലായി നിൽക്കുന്ന ആൾക്കാർ എവിടെയാണ് പോകുന്നതെന്ന് നമുക്കറിയാമല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി. അതായത് പ്രതിപക്ഷത്തേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അദ്ദേഹം മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. കാര്യം മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും സി.പി.എമ്മിനെതിരെയും എൽ.ഡി.എഫിനെതിരെയും സർക്കാരിനെതിരെയുമുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇത് വർഷങ്ങളായി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ പാർട്ടി ശത്രുക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു പ്രതിനിധിയായി തന്നെ എം.വി. ഗോവിന്ദൻ വിശദീകരിച്ചത്. കൃത്യമായി സമയമെടുത്ത് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. അൻവറുമായി ഇനി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കി. തൊട്ടു പിന്നാലെ ഇന്ന് അൻവറിന്റെ പ്രതികരണം വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അൻവറും പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് സി.പി.എമ്മിനെ മുഖ്യമന്ത്രിക്ക് മറുപടിയാണ് പി.വി. അൻവർ ഇന്ന് നൽകിയത്. സി.പി.എമ്മിനെ ദുർബലപ്പെടുത്തിയിട്ടില്ല. പാർട്ടിയുമായി ബന്ധമില്ലാത്തതിനാൽ താൻ ഇനി തീപ്പന്തമായി കത്തുമെന്ന് അൻവർ പറഞ്ഞു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഞാൻ ഒരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാളെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എൻ്റെ പരിമിതിയിൽ നിന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. ഞാനങ്ങനെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനയൊക്കെ പ്രഖ്യാപിച്ച് ബാക്കിൽ ആൾ വേണ്ടേ ഇത് കൊണ്ടുനടക്കാൻ. ഒരാഴ്ച ഞാനൊന്ന് എൻ്റെ ജില്ലയിലൊന്ന് കറങ്ങി നോക്കട്ടെ, എന്താണ് പ്രതികരണം എന്ന് അറിയട്ടെ, അതിനുശേഷം തീരുമാനിക്കും.
അത്രേ ഉള്ളൂ. എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആലോചിക്കും? അല്ല, അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആലോചിക്കായികയൊന്നുമില്ല. ഇതിന് ഒരു എൻഡ് വേണ്ടേ? വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈലാബ്ദീൻ കൂടി ചേരുകയാണ്. സേഫ്, അങ്ങനെ പാർട്ടിയുമായി ഇനി അൻവറിന് യാതൊരു ബന്ധവുമില്ല എന്ന് പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ ദിവസങ്ങളായി നീണ്ടുനിന്ന ഒരു പരമ്പരയുടെ അന്ത്യമെത്തി കർട്ടൻ വീണുവെന്ന് പറയാൻ സാധിക്കുമോ, അതോ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു ഇന്റർവെല്ലാണോ? കർട്ടൻ പൂർണ്ണമായി വീഴുന്നിട്ടില്ല രേഷ്മ. കർട്ടൻ പകുതി വീണു എന്ന് വേണമെങ്കിൽ പറയാം. അൻവറിൻ്റെ ആദ്യഘട്ട റോൾ, ഓരോ വിഷയത്തിൽ ഓരോരുത്തർക്കും ഓരോ റോളുകളുണ്ടല്ലോ, അതിൻ്റെ ആദ്യഘട്ട റോൾ അൻവറിൻ്റേത് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അത് വിവിധ തരത്തിൽ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അൻവർ പൊതുസമൂഹത്തിന് മുന്നിലേക്കും പാർട്ടിക്ക് മുന്നിലേക്കും ചില വിഷയങ്ങൾ ഉയർത്തിവെച്ചു. അത് ആദ്യഘട്ടത്തിൽ പി ശശിയുമായി ബന്ധപ്പെട്ട്, അജിത് കുമാറുമായി ബന്ധപ്പെട്ട്, സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ, രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായ റിയാസുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്കും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ മുഖ്യമന്ത്രി റിയാസിനെ കൂടുതൽ സംരക്ഷിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് സമ്മേളന കാലയളവിൽ പാർട്ടി സഖാക്കൾക്ക് മുന്നിലേക്കും ചില കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യഘട്ട റോൾ അൻവറിൻ്റെത് അവസാനിക്കുകയാണ്. അത് പൂർണ്ണമായും കർട്ടൻ വീണ് അവസാനിക്കുന്നില്ല. അൻവർ പറയാനുള്ളത് പറയും എന്ന് അൻവർ തുടർച്ചയായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു തുടക്കമായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആദ്യഘട്ടമായി വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. ഈ വിഷയങ്ങൾ പൂർണ്ണമായി അവസാനിക്കുന്നില്ല. കാരണം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി അൻവറിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറയുന്നു. അതിനൊപ്പം തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അൻവറിനെ പരസ്യമായി തള്ളിപ്പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിക്കെതിരെ CPMൻ്റെ ഏറ്റവും മുതിർന്ന അംഗമായ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെതിരെ ഒരു സ്വതന്ത്ര MLA, പാർട്ടി അംഗം പോലും അല്ലാത്തൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ പരസ്യമായി തള്ളിപ്പറയാതെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ CPMൻ്റെ നേതൃത്വത്തിന് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ലാതെ എത്തിച്ചേരുക. അങ്ങനെയാണ് പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത്. അതേസമയം തന്നെ MV ഗോവിന്ദൻ ചില വാചകങ്ങൾ കൂടി പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഈ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അത് പാർട്ടിയുടെ പരിഗണനയിലുണ്ട് എന്ന സൂചന നൽകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് പാർട്ടി പരിശോധിക്കുമെന്ന സന്ദേശം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ ഉണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ അത് സജീവ ചർച്ചയായി വരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. LDFൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അൻവർ പുറത്തേക്ക് പോകും എന്ന തീരുമാനം CPM നേതൃത്വം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുകയും ചെയ്യും. പക്ഷേ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പാർട്ടി അങ്ങനെ തീരുമാനമെടുത്തതുകൊണ്ട് ആ വിഷയം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പൊതുസമൂഹത്തിന് മുന്നിലും സമ്മേളനം നടക്കുന്ന കാലയളവായതുകൊണ്ട് പാർട്ടിക്കുള്ളിലെ അണികൾക്കിടയിലും ആ വിഷയം സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. ഇനി അൻവർ തുറന്നു പറയുമ്പോൾ നേരത്തെ കിട്ടിയ സ്വീകാര്യത ഇനി കിട്ടുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സ്വീകാര്യത കിട്ടിയില്ലെങ്കിലും പാർട്ടി സഖാക്കൾക്ക് മുന്നിലേക്ക് എന്താണോ പറയാൻ വെച്ചിരുന്നത് അതിന്റെ ഒരു ആകെത്തുക അൻവർ പാർട്ടിയുടെ പറഞ്ഞതുപോലെ ഈ തുടക്കഘട്ടം മുതൽ തന്നെ ഈ അണികൾക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇതിൽ CPM കൃത്യമായ നിലപാടെടുത്തതോടുകൂടി, അൻവറിനെ തള്ളിയതോടുകൂടി ആ ആശയക്കുഴപ്പം അവസാനിച്ചു. ഇന്ന് നമ്മൾ പരസ്യമായി അൻവറിനെതിരെ പ്രതികരിക്കണമെന്നുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ ആഹ്വാനം കേട്ടു. അത് കഴിഞ്ഞ് നിലമ്പൂരിൽ നിന്ന് കണ്ടത് കൊലവിളി മുദ്രാവാക്യങ്ങളാണ്. കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ ഒഴുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. എന്താണ് ഇനി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി? അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുന്നതൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ഇനി അൻവറിന്റെ മുന്നോട്ടുള്ള നിലനിൽപ്പ്? പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നുള്ളത് തീരുമാനിച്ചാൽ അൻവർ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളൊരു വലിയ സാങ്കേതിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് രേഷ്മ. കാരണം കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട്, അങ്ങോട്ട് നിയമം നിലനിൽക്കുന്നതുകൊണ്ട് അൻവറിന് പുതിയ പാർട്ടി രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലവിലുള്ള പാർട്ടിയിൽ ഭാഗമാകാനോ കഴിയില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവർ MLA സ്ഥാനം രാജിവെച്ചിട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് നേരിടുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഏക മാർഗം. അതുകൊണ്ട് പാർട്ടി രൂപീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേസമയം തന്നെ പാർട്ടി അണികൾക്കിടയിലുള്ള പിന്തുണ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അഭ്യർത്ഥിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിലും സോഷ്യൽ മീഡിയയിലടക്കം വലിയ പിന്തുണ അൻവറിന് ലഭിക്കുന്നതായി കാണാൻ കഴിയും. അൻവർ ഇടുന്ന പോസ്റ്റിനും പാർട്ടി ഇടുന്ന പോസ്റ്റിനും അടിയിലായിട്ട് പാർട്ടി കൊടികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ട് അൻവറിന് അനുകൂലമായി രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും
അതിനകത്ത് കൂടുതൽ നിലപാടുകളിൽ കടുത്ത നിലപാടുകളിലേക്ക് CPM-ന് എത്രത്തോളം പോകാൻ കഴിയും, അൻവറിന് പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അൻവറും CPM ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. കാരണം കൂറുമാറ്റ നിരോധന നിയമം അവിടെ ബാധകമായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവർ പിന്നോട്ടില്ല എന്ന് അൻവർ തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഈ യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കളികൾ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. വരും ദിവസങ്ങളിലും വരും നാളുകളിലും അത് കൂടുതൽ ശക്തമായിട്ടുണ്ടാകും. 4-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ആ നിയമസഭാ സമ്മേളനത്തിന് മുന്നേ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകും. അത് അൻവറിന് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ അൻവർ കുറച്ച് ചിലപ്പോൾ അടങ്ങിയേക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ CPM-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രേഷ്മ, സൈഫ്, ഇന്ന് ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം കണ്ടിരുന്നു. അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം അൻവറിനെ തള്ളുന്നുണ്ട്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുന്നത് കേട്ടോ, ADGP ആസ്ഥാനത്ത് അധികകാലം ഉണ്ടാകില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കാം? അത് CPI എന്ന പ്രസ്ഥാനത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ആ വാചകം ഉണ്ടാകുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ചുമതല ഏറ്റെടുത്ത ശേഷം ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അത് കൃത്യമായിരുന്നു ആ നിലപാട്. പല കാര്യങ്ങളും പറയുമ്പോൾ പൊളിറ്റിക്കലൈസ് ചെയ്ത് അവിടെ ഇവിടെയും തൊടാതെ ചില വാചകങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതാണ് ബിനോയ് വിശ്വം സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഒരു നിലപാട്, ഇത്രയും ഷാർപ്പായിട്ടുള്ള നിലപാട് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് അധികകാലം തുടരില്ല, അത് ഉറപ്പ് എന്നൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. അത് തുടരില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 4-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ഥാനത്ത് നിന്ന് ADGP MR അജിത് കുമാർ തെറിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. രേഷ്മ, സൈഫാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ രാഷ്ട്രീയ കോളിളക്കങ്ങളൊക്കെ ഒരു വശത്ത്